അമ്മേ. ആ മോള് വന്നോ? അമ്മേ, നാളെ രാവിലെ എനിക്ക് ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഓഫീസിൽ പോണം. അവിടുത്തെ ഓഫീസറും എന്റെ കമ്പ്യൂട്ടർ സെന്ററിലെ പ്രിൻസിപ്പളും അടുത്ത പരിചയക്കാരാ. എന്റെ പെരുങ്ങോട്ടുകാരി അപ്പ ഒരു വഴി കാണിച്ചു തരണേ. എത്ര കാലമായി, എവിടെയാണാവോ ആർക്കറിയാം. കാത്തിരിക്കുന്നവരുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പോയവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അതിന് അങ്ങനെ ഒരു അവസ്ഥയിലല്ലെങ്കിലും അമ്മേ, മനസ്സുകൊണ്ട് പോലും എന്റെ ശ്രീകുട്ടനെ അമ്മ വേദനിപ്പിക്കരുത്. വരും, വരാതിരിക്കില്ല. ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവം കൊണ്ടുവരും. അമ്മയെ എന്റെ അച്ഛൻ സ്നേഹിച്ചിരുന്ന കാലത്ത് അച്ഛനെ കാണാതിരിക്കുമ്പോ അമ്മയ്ക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നോ? സ്നേഹിക്കാന്ന് വെച്ച അതിനൊരു ഭാഗ്യം ചെയ്യണല്ലേ അമ്മേ? നമുക്കിവിടുന്ന് പോകാം മോളെ. നിന്നെ ബലി കൊടുത്തിട്ട് അച്ഛന്റെ സ്വത്തുക്കളൊക്കെ കിട്ടിട്ട് ആർക്കാ? വാഴും കോലെടുത്തുനിന്ന് നിന്റെ അച്ഛൻ എന്റെ കൈപിടിച്ച് പടിയിറങ്ങുമ്പോ ഒരു സ്വത്തും കൂടെ കൊണ്ടുവന്നിരുന്നില്ല. അപ്പോ ഇല്ലാത്തതൊന്നും ഇപ്പൊ എനിക്കെന്തിനാ? അമ്മയ്ക്കെന്താ മരിക്കാൻ ഭയമുണ്ടോ? ഈ ഭൂമി ആകാശമൊന്നും ഭദ്രൻ തമ്പുരാന് തീരെഴുതി കൊടുത്തൊന്നും അല്ലല്ലോ. തല പോയാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കാനുള്ളവരല്ല നമ്മൾ. എന്റെ അമ്മ ഇങ്ങനൊരു തൊട്ടാവാടിയായിട്ടാ. ഇല്ലെങ്കിൽ വാഴിൻകോവിലെടുത്ത് താക്കോൽ കൂട്ടം അമ്മയുടെ അരയെ കണ്ടേനെ. മോളെ, ഞാനിത് പറയാൻ മറന്നുപോയി. ബാലൻകുട്ടി വന്നിരുന്നു. മാഡം, സാറ് വരാൻ പറഞ്ഞു. എന്താ സർ? കാണാതായ ശ്രീകുട്ടൻ ഗായത്രിയുടെ ആരാ? എന്റെ അമ്മായിയുടെ മകനാ. സാധാരണഗതിയിൽ 3 രീതിയിലാണ് ഒരു പട്ടാളക്കാരൻ ഫീൽഡിൽ നിന്നും മിസ്സിംഗ് ആവാറുള്ളത്. ഫസ്റ്റ് കേസ്, ഇൻ ആൻ അറ്റാക്ക് ബൈ ദ റൈവൽ ഫോഴ്സ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കിഡ്നാപ്പിംഗ് ബൈ ദ എനിമീസ്. മൂന്നാമതായി പേമാരി, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി, ഐ മീൻ പ്രകൃതിക്ഷോഭങ്ങൾ. ശ്രീകുട്ടന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ പട്ടാളക്കാർ ജീവിതത്തെ യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നർത്ഥമില്ല. ഗായത്രിയുടെ ഈ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം മുൻതൂക്കം കൊടുക്കാൻ ശ്രമിക്കാം. ബട്ട് പോസിബിലിറ്റീസ് ദർ. കമാൻഡ് തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കും.
ഹലോ ഭദ്രരാ? ആ പറ വക്കീലേ. താനിങ്ങനെ ചൂടാവല്ലേ വക്കീലേ. ഇത് ഒരു തരം വരട്ട. ചൂണ്ടയിൽ കൊത്തിയ കളി നമ്മുടെ വശത്ത്, ഇല്ലെങ്കിൽ ഗായത്രിയുടെ വശത്ത്. ഒന്ന് പോവാൻ പറ ഈ ബാർ കൗൺസിൽ അംഗങ്ങളോട്. പണത്തിന് മീതെ ചക്കാത്തിൽ ആരും പായ വിരിക്കാറില്ല. ഇത് ഭദ്രന്റെ പഴമൊഴിയാ. വക്കീല് ധൈര്യമായിട്ടിരിക്കേ. നാഗരാജ്, ഇത് പാട്ടത്തായിട്ടാണല്ലോ തമ്പുരാനെ. തമ്പുരാൻ പുതിയ സർക്കസ് കമ്പനി തുടങ്ങിയത് കേട്ടു. അഭ്യാസം അറിയാതെ സുകുമാരന്റെ കളത്തിൽ കളിക്കല്ലേ. വളയം പിടിക്കുന്ന കയ്യാ. വരട്ടല്ലേ സുകുമാരാ. വളയമൊക്കെ ഞാനും കുറെ പിടിച്ചിട്ടുള്ളതാ. അങ്ങ് തെമ്മതിരയിൽ പാണ്ടിലോറിക്ക് വളയം പിടിക്കുന്ന നല്ല തമിഴന്മാര് പിള്ളേർ എന്റെ കൂടെയുണ്ട്. പിന്നെ നിന്റെ പെങ്ങളോടും മരുമകളോടും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. തൊലി വഴുത്താ കെട്ടിവെക്കാം, അസ്ഥിക്ക് നീര് വന്നാലോ. സുകുമാരന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കേസ് വാഴുംകോവിലിടത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് ജയിക്കുന്നവരെ ഭദ്രൻ കളിച്ചിരിക്കും. തമ്പുരാൻ കളിച്ചോ? പക്ഷെ കളിക്കുന്ന കളി കോടതി മതി. ഇനി എന്റെ പെങ്ങളെ വീട്ടിൽ കയറി നാലാംകടി ചട്ടമ്പത്തിനെ കാണിച്ചോണ്ടല്ലോ. എന്റെ പെരുങ്ങോട്ടുകാരെ തേവരെ, ഞാൻ എന്തായി കാണണേ? ഏട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. കൂപ്പിവെച്ച ഞാൻ അറിയുന്നത് ഒരു മനസ്സമാസം ഉണ്ടായില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. അവനെ ഞാൻ വഴി വെച്ച് കണ്ടു. വീട്ടിൽ കയറുന്ന ചേറ്റത്തരം കാണിച്ചിട്ട്. ഛേ, അല്ല ഈ ഫോണൊക്കെ എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ജന്മങ്ങളാ. പോട്ടെ ഏട്ടാ, അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കോടതി കേസ് നടക്കുമ്പോ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഏട്ടനെ ഒന്നും അറിയിക്കാതിരുന്നത്. കേസിന്റെ വഴിക്ക് നടക്കട്ടെ. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന വാഴുംകോവിലെടുത്ത ശേഖരന്റെ കാലം കഴിഞ്ഞു. ഇപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ആ, നീ പോയി ചായ എടുത്തേ. ആ, ഇന്ന് ശനിയാഴ്ചയല്ലേ? മോളവിടെ പോയി? അങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചിലപ്പോ വാക്കുകൾ പഴയ്ക്കും. അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും. പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും. ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ, 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരു 6 മാസം കൂടി കഴിഞ്ഞോട്ടെ, അപ്പോ കേക്കാം. അതിരിക്കട്ടെ, ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ വന്നത് ശ്രീകുട്ടിന്റെ ഒരു കാര്യമായിട്ടാ. ഈ ശ്രീകുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? ഒരു 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാൻ